പെയിൻ ആവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. നാറൂട്ടോ ചുറ്റും നോക്കും. അവൻ ടെൻഷനായിട്ട് ഇപ്പൊ തവളോട് ചോദിക്കും, നീ സമ്മർ ജിപ്സ് ഉപയോഗിച്ച് എന്നെ വേറെ എവിടെയാണ് ഇപ്പൊ കൊണ്ട് ഇറക്കിയിരിക്കുന്നത്? സമയം കളയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് പോകണം. അതിന് പാത്തവള പറയും, ഇത് തന്നെയാണ് ലീഫ് വില്ലേജ്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. കാരണം അവിടെ ഇപ്പൊ വില്ലേജേ ഇല്ല. പാത്തവള പറയും, ഇതവര് തന്നെ മാമനെ കൊന്ന അതേ പേര് ടീമും. കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവൻ ചുറ്റും നോക്കും, ഗ്രാമത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോന്ന്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹൊക്കാക അവൾ കഷ്ടപ്പെട്ട് തകർന്ന ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അൻപു ബ്ലാക്ക് ഓപ്സ് ചോദിക്കും, ഹൊക്കാക കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? ഹൊക്കാക ചുറ്റും നോക്കും. ഗ്രാമം തകർന്നു കിടക്കുന്നത് കാണുമ്പോ ഹൊക്കാകയുടെ നെഞ്ച് തകർന്ന് അവള് പറയും, പെയിൻ, നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ഒരു കാരണവശാലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. അപ്പോഴായിരിക്കും അൻപു ബ്ലാക്ക് ഓപ്സിലെ സോൾജേഴ്സ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒക്കാഗയുടെ നെറ്റിയിലെ ആ ഒരു ഹെഡ് ബാൻഡ് അത് കാണാനില്ല. അതായത് അവളുടെ പവർ മുഴുവൻ അത് കക്ഷുകിക്ക് കൊടുത്തു. കക്ഷുകി ആ ഒരു പവർ ഉപയോഗിച്ച് ഒരുപാട് ജനങ്ങളെ ഇപ്പൊ ഹീൽ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഒക്കാഗ അവൾക്ക് പവർ ഇല്ലാത്ത വെറും സാധാരണക്കാരിയായ ഒരു പെണ്ണ് മാത്രമാണ്. മറ്റൊരു ഭാഗത്ത് ഇറൂക്ക സെൻസായി ഇപ്പൊ കത്സുകയോട് ഒരുപാട് താങ്ക്സ് പറയും. താങ്ക് യു, നീ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഷിയോയും ഫാമിലിയും അവരുടെ ഇൻസെക്റ്റിനെ ഉപയോഗിച്ച് ഒരുപാട് പേരെ രക്ഷിക്കും. കൊനഹമാരോ അവൻ ABC സെൻസായെ താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത ഈനോ അവൾ അസിസ്റ്റന്റ് ചേച്ചിയുടെ ബോഡി കെട്ടിപ്പിടിച്ച് ഇപ്പൊ പൊട്ടിക്കരയാണ്. അതേസമയം ഇവിടെ ചോച്ചിയുടെ പപ്പയെ കത്സുക രക്ഷിക്കും. പക്ഷെ കാക്കാഷി ആൾ അനക്കമില്ലാതെ മരിച്ചു കിടക്കാണ്. അവൻ കാക്കാഷി നോക്കി കരയാൻ തുടങ്ങും. അപ്പൊ കാക്കാഷി പറഞ്ഞ കാര്യങ്ങള് വീണ്ടും അവന്റെ മനസ്സിലേക്ക് വരും. ഇപ്പൊ നിന്റെ സമയം അത് കരഞ്ഞു കളയാനുള്ളതല്ല. എത്രയും പെട്ടെന്ന് പെയിനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ഹൊക്കാഗെ അറിയിക്കണം. ചോച്ചി പറയും, മാസ്റ്റർ, നിങ്ങൾ അവസാനമായിട്ട് തന്ന മിഷനും ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അലറിക്കരയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇവ അവന്റെ ഡോഗുമായിട്ട് പുറത്തേക്ക് വരും. കുട്ടപ്പി അവളും സേഫാണ്. പക്ഷെ അവൾ പേടിച്ചു വരച്ച് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കും. അപ്പൊ ഒരു നിഞ്ച അവളുടെ അടുത്തേക്ക് വരും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ നോക്കും. പക്ഷെ അവന്റെ കയ്യില് വലിയൊരു മുറിവുണ്ടായി രക്തം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ ഉടനെ ബാൻഡേജ് ഒക്കെ വെച്ച് അവന്റെ മുറിവ് അത് വെച്ച് കെട്ടും. മറ്റൊരു ഭാഗത്ത് ഷിക്കമരു അവന്റെ കാലൊടിഞ്ഞ് ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് കണ്ട് അവന്റെ പപ്പ ഇപ്പൊ അവന്റെ തൊട്ടടുത്തേക്ക് വരും. ഡോക്ടർ പെണ്ണാണെങ്കില് ഷിക്കമരു കണ്ട് കരയാണ്. അവള് പറയും, എന്നെ സേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കാൽ ഒടിഞ്ഞു പോയത്. അതിനവൻ പറയും, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ. അക്കാസ്കി ടീം അവരിപ്പോ എവിടെ പോയി? അവരെ കാണാനില്ല. ഇനിയും ലീഫ് വില്ലേജിൽ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ അവര് തിരികെ വരും. അപ്പൊ ഷിക്കമരുവിന്റെ പപ്പ ആള് ചോദിക്കും, അവർക്ക് ആവശ്യം കുട്ടപ്പനയല്ലേ? അതിന് ഷിക്കമരു, അതെ, അവർക്ക് ആവശ്യം അവന്റെ 19 പവറാണ്. പക്ഷെ ഇതുവരെ കുട്ടപ്പനെ കുറിച്ച് യാതൊരു ഐഡിയയും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഡോക്ടർ പെണ്ണ് അവള് നിർത്താതെ കരയുന്നത് കാണുമ്പോ ഷിക്കമരുവിനാണെങ്കില് ഇപ്പൊ ടെൻഷനാവും. സ്റ്റോപ്പ് ദ ഫക്ക്, ഞാൻ ചത്തൊന്നും പോയിട്ടില്ല. ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കേണ്ട സമയമല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് ആലോചിക്കണം. ഇവിടെ സാക്കുറ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവനെ നോക്കി നിൽക്കും. അപ്പൊ അവളുടെ തൊട്ടടുത്തുള്ള ഒരു നിഞ്ച അവൻ വിളിച്ചു പറയും, നറൂട്ടോ കുട്ടപ്പൻ അവൻ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സാക്കുറ ഷോക്കായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ ആരെയോ ഒരുപാട് ദേഷ്യത്തില് തുറിച്ചു നോക്കാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ പെയിനെ. പെയിൻ കുട്ടപ്പനോട് പറയും, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി നീ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നല്ലോ. കട്ട് ചെയ്ത ഇപ്പൊ ഗ്രാമത്തിന് പുറത്ത് പെയിൻ ടീംസ് അവരങ്ങനെ നിൽക്കാണ്. അപ്പൊ ആ ഒരു മോൺസ്റ്റർ ഫേസ് അത് അതിന്റെ വാ തുറന്ന് ചിറയുമാവൻ കൊന്നു കളഞ്ഞ ആ ഒരു പെയിനെ അതിന് വീണ്ടും ജീവൻ കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. അതേസമയം ഇപ്പൊ യഥാർത്ഥ പെയിൻ അവൻ ഓൾറെഡി ആ ഒരു സമർ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ പവർ അതിപ്പോ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. പിന്നീട് വീണ്ടും ആ പെയിനുകളെല്ലാം തന്നെ ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരും. കട്ട് ചെയ്ത ഹൊക്കാക ആള് ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഗ്രാമത്തിന് വേണ്ടി എന്റെ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണ്. ഇനി ഒരാളുടെ ജീവൻ പോലും എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് അവൻ ചിരിക്കും. എനിക്ക് വേണ്ടവൻ അവൻ വന്നു കഴിഞ്ഞു. സോ നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്ക് പോകും. അപ്പൊ മെക്കാ പയ്യൻ അവൻ കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടി ഓടി വരും. അവൻ കുട്ടപ്പന്റെ ക്ലോസ് എത്തിയോടൻ കുട്ടപ്പൻ അവന്റെ കൈ ചുരുട്ടി ഒരൊറ്റ അടി. ആ അടിയില്
അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. പിന്നെ അവൻ അനക്കുണ്ടാവില്ല. എല്ലാവരും ഷോക്കായിട്ട് കുട്ടപ്പനെ തന്നെ നോക്കി നിൽക്കും. തവള ഇപ്പൊ ഹൊക്കാഗെയോട് വിളിച്ചു പറയും, നീ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, ഇവരുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. സാക്കുറയ്ക്കാണെങ്കില് കുട്ടപ്പനെ കണ്ടപ്പോ തന്നെ ഇപ്പൊ മനസ്സ് നിറഞ്ഞു. വാവ്, കുട്ടപ്പൻ അവൻ തിരിച്ച് ഗ്രാമത്തിലെത്തി. അത് കണ്ട് പെയിൻ അവനിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. അപ്പൊ നീയാണല്ലേ സാക്ഷാൽ നയൻ ടൈൽ. കുട്ടപ്പന്റെ കണ്ണില് ദേഷ്യവും സങ്കടവും എല്ലാം നിറഞ്ഞു നിൽക്കാണ്. കുട്ടപ്പന്റെ നിൽപ്പും പവറും കാണുമ്പോ പാത്തവളയ്ക്ക് ഇപ്പൊ ചെറിയ മാവന് കുട്ടപ്പന്റെ പപ്പയെ ഓർമ്മ വരും. അവരുടെ രണ്ടുപേരുടെ പവറാണ് ഇപ്പൊ കുട്ടപ്പന്. ഉടനെ പേര് ടീംസും അവരിപ്പോ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ പാത്തവള ഇപ്പൊ ഹൊക്കാഗെയോട് പറയും, ഇത് കുട്ടപ്പൻ നോക്കിക്കോളും, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഹൊക്കാഗെ അവളുടെ കക്ഷി എടുത്ത് ഇപ്പൊ തവളയുടെ കയ്യിൽ കൊടുക്കും. ഇത് എത്രയും പെട്ടെന്ന് കുട്ടപ്പന്റെ കയ്യിൽ എത്തിക്കണം. ഇവൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാം. മാത്രമല്ല കുട്ടപ്പൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവൾക്ക് ഹീലിംഗ് പവർ ഉണ്ട്. തവള ഉടനെ കക്ഷുകയായിട്ട് ഓടി വന്ന് ഇപ്പൊ നറുട്ടോയുടെ ബോഡിയിലേക്ക് കക്ഷുകയെ കയറ്റിവിടും. കുട്ടപ്പൻ അവൻ ഹൊക്കാഗെയോട് പറയും, ഹൊക്കാഗെ പേടിക്കണ്ട, ഇവരെ എല്ലാവരെയും തല്ലിക്കൊന്ന് നമ്മുടെ ഗ്രാമം അത് ഞാൻ തിരികെ പിടിക്കും. ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുത്ത് ആ ബ്രഹ്മാണ്ട ജിപ്സു അത് കറക്റ്റായിട്ട് പഠിച്ചു. ഇനി ഇവരെ തോൽപ്പിക്കാൻ ഞാൻ മാത്രം മതി. എനിക്കിപ്പോ എല്ലാവരുടെയും ചക്ര പവർ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ കാക്കാഷി മാസ്റ്റർ അദ്ദേഹത്തിന്റെ മാത്രം ചക്ര പവർ അതെനിക്ക് കിട്ടുന്നില്ല. മാസ്റ്റർ എന്തെങ്കിലും മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയോ? അത് കേട്ട് ഹൊക്കാഗ അവൾ ഉത്തരവില്ലാതെ ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. ഹൊക്കാഗയുടെ എക്സ്പ്രഷൻ അത് കാണുമ്പോ തന്നെ കുട്ടപ്പന് കാര്യം മനസ്സിലാവും. അപ്പൊ പെയിൻ അവനവന്റെ ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു കാണ്ടാമൃഗത്തെ കുട്ടപ്പന് നേർക്ക് അയക്കും. ഗാമത്തവള ഓടിപ്പോയി ഇപ്പൊ ഹൊക്കാഗയെ സാക്കുറയുടെ അടുത്ത് ഇപ്പൊ സേഫ് ആയിട്ട് നിർത്തും. സാക്കുറ ഹൊക്കാഗയുടെ കൈ പിടിച്ച് ഇത് ഞാനാണ് എന്ന് ഹൊക്കാഗയോട് പറയും. ഹൊക്കാഗയുടെ പവർ പോയി. അവളിപ്പോ പതിയെ പതിയെ വയസ്സായി. അവളുടെ സ്കിൻ അതൊക്കെ ചുളിവ് വീണ് ഒരുപാട് ടയർഡായി അങ്ങനെ കിടക്കും.